ബിഗ് ബോസ് 3.5 ലക്ഷം രൂപയ്ക്ക് ടാസ്ക് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ഒടുക്കം കൂട്ടച്ചർച്ച ചെയ്തിട്ട് അതിൽ ഒരു വിന്നറെ സെലക്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. ആദ്യത്തെ റൗണ്ടിൽ അനീഷേട്ടനെയും, രണ്ടാമത്തെ റൗണ്ടിൽ അനുമോളെ ഷാനവാസിക്കയും, മൂന്നാമത്തെ റൗണ്ടിൽ സാബുമാനെ ഔട്ടാക്കിയതിന് ശേഷം പിന്നെ വന്നത് അക്ബറും ആദിലയും നൂറയും ആയിരുന്നു വന്നത്. ഇവർക്കായിട്ടൊരു ടാസ്ക് കൊടുക്കുമെന്ന എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നു, ഇവരിൽ ആർക്കാണ് ക്യാഷിന് അത്യാവശ്യം ഉള്ളതെന്ന് നോക്കി സെലക്ട് ചെയ്യാമെന്ന്. എല്ലാവരും സെലക്ട് ചെയ്തത് നൂറെ തന്നെയാണ്. അവർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെന്നും EMI ഒക്കെ അടയ്ക്കാനുണ്ടായതുകൊണ്ട് എല്ലാവരും നൂറയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് ഒരു ടാസ്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. നേരെ ആദ്യം തന്നെ ഒരു ചർച്ച നടത്തി വിന്നറെ അങ്ങ് സെലക്ട് ചെയ്താൽ മതിയായിരുന്നു. പകുതി വരെ ടാസ്ക് നടത്തിയിട്ട് അവസാനം ചർച്ച ചെയ്തൊരു വിന്നറെ സെലക്ട് ചെയ്തത് അത്രയ്ക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. ടാസ്ക് നടത്തിയപ്പം ടാസ്ക് നടത്തി തന്നെ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരുന്നു വൃത്തി. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് സാബുമാൻ ഷാനവാസിനെയും മനീഷേട്ടനെയൊക്കെ ഔട്ടാക്കാൻ കൂടെ നിന്ന് കളിച്ചത്. അപ്പോൾ ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യണേ.